സങ്കീർത്തനങ്ങൾ 126 5 വാക്യത്തിൽ പ്രകാരം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ചരിത്രത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ആരെല്ലാം കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടോ അവരെല്ലാം ആർപ്പോടെ ഒരു കൊയ്ത്ത് നടത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ നാം നോക്കുകയാണെങ്കിൽ ഹന്ന, പെനീനിൽ നിന്ന് വളരെയധികം നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ എല്ലാം ഹന്ന ഏറ്റു. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ബോസിപ്പാനും പ്രാർത്ഥിപ്പാനും കരയുവാനും നിലവിളിപ്പാനും ഹന്ന തയ്യാറായി കഴിഞ്ഞപ്പോൾ ദാനം മുതൽ ബേർശേബ വരെ കണ്ടിട്ടില്ലാത്ത വിശ്വസ്തനായ ഒരു പ്രവാചകനെയും രാജാക്കന്മാരെ പോലും അഭിഷേകം ചെയ്യത്തക്ക ഒരു അഭിഷേകത്തിനെയും നമ്മുടെ ദൈവം ഹന്നയുടെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ഉപവാസത്തിൻ്റെയും നിലവിടെയും മറുപടിയായി ദൈവം നൽകി കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നാം ഇന്ന് ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ദുർപക്ഷ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയായിരിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയായിരിക്കാം, നമ്മുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, അതിലുള്ള മറുപടി വരും ദിവസങ്ങൾ നൽകി തന്നെ മാനിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സർവ്വശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.